സാർ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ തടസ്സപ്പെട്ടിരുന്നു. ഈ ആരോഗ്യകരമായ ഒരുപാട് കാര്യങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയുമായി വരേണ്ടിടത്ത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലത്തെ ഒരുപാട് ആശങ്കകൾ ഉണ്ടാകുന്നു. അനാരോഗ്യകരമായ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അവിടെ ഗൗരവമുള്ള വിഷയങ്ങൾ വരുന്നില്ല എന്നുള്ളത്. അവിടെ എന്തൊക്കെയാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടത്, അതിലേക്ക് പൂർണ്ണമായും എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല ഇപ്പോൾ ഈ ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരുപാട് കടമ്പകൾ ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് സർക്കാരിന് മുന്നിലുള്ളത്? യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ഈ കഴിഞ്ഞ അക്കാഡമിക് ഇയറിന്റെ അവസാനത്തെ 3 മാസങ്ങൾ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിലെ കേരളത്തിലെ മാധ്യമങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്, ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് പല ചാനലിലും പങ്കെടുത്ത് ചർച്ച ചെയ്തത് നമ്മുടെ ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗത്തെ കുറിച്ചാണ്. അതിലൊരു സ്കൂൾ വിദ്യാർത്ഥി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് അത് കൂടുതൽ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വന്നത്. അപ്പൊ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ +2 വരെയുള്ള വിദ്യാഭ്യാസ പദ്ധതിയിലാണ്. അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ വിദ്യാർത്ഥികൾ, കേരളത്തിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന, വിശേഷിച്ചും പൊതുവിദ്യാലയങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ലഹരിയുടെ കടന്നുകയറ്റമാണ്. അത് എല്ലാ വിദ്യാലയങ്ങളും ചുറ്റുവട്ടവുമായി ബന്ധപ്പെടുത്തി അതിന് രാഷ്ട്രീയമായ ഒരു കോമ്പിനേഷൻ ഉണ്ട്, നെക്സസ് ഉണ്ട്. രാഷ്ട്രീയക്കാരും ഈ ലഹരി വ്യാപാരവും തമ്മിൽ, അത് വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് ചേർന്നിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പൊ ഈ വർഷം ഈ അക്കാഡമിക് ഇയർ തുടർന്നതിന് ശേഷം പല സ്കൂളുകളിലും വിദ്യാർത്ഥി സംഘർഷങ്ങൾ ഉണ്ടാകില്ല. കാരണം കുട്ടികളുടെ ആ ഡിസിപ്ലിനിൽ നിന്ന് മാറിയിട്ട് മറ്റ് പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് അവരെ സ്വാധീനിക്കുന്ന ഒരുപാട് ബാഹ്യമായ ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ റോൾ വഹിക്കുന്നത് ലഹരിയാണ്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വളരെ ബോധപൂർവം ഈ അക്കാഡമിക് ഇയർ തുടങ്ങിയ വർഷത്തില് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിഷയത്തിലേക്ക് മാറുന്നത്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ നമ്മുടെ ക്വാളിറ്റി വൽക്കരണത്തിന് വളരെ അധികം ഊന്നൽ കൊടുക്കുമ്പോൾ, അതുപോലെ തന്നെ സ്കിൽ ഓറിയന്റേഷൻ, അപ്പം ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ഏറ്റവും കാതലായ വശം എന്ന് പറയുന്നത് സ്കിൽ ഓറിയന്റേഷൻ ആണ്. അപ്പൊ കേരളത്തില് ആ തരത്തില് കാര്യമായ ഇനിഷ്യേറ്റീവ്സ് ഒന്നും വന്നിട്ടില്ല. മാത്രമല്ല ദേശീയ വിദ്യാഭ്യാസ നയത്തെ കേരളം 2020 ദേശീയ വിദ്യാഭ്യാസ നയം കേരളം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുമില്ല. അപ്പൊ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുറംവാതിലൂടെ ചില ശ്രമങ്ങൾ നടക്കുന്നതല്ലാതെ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മുടെ വിദ്യാഭ്യാസ മേഖല, ഇപ്പൊ നമ്മള് ഒരു കുട്ടി ഈ അടുത്ത കാലത്ത് ഇലക്ട്രിക് ഷോക്ക് കൊണ്ട് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. നമ്മുടെ പല പൊതുവിദ്യാലയങ്ങളും കാലപ്പഴക്കം വന്നിട്ടും കുറെ വിദ്യാലയങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചർ വന്നിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ഉണ്ട്. മതിയായ അധ്യാപകരുടെ കുറവുണ്ട്. നമ്മളെ എയ്ഡഡ് മേഖലയിലെ പല അധ്യാപകർക്കും കാലത്തിനനുസരിച്ച് അവരുടെ ശമ്പളം വളരെയധികം വൈകിയാണ് കൊടുക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് ഫിക്സ് ചെയ്ത ഒരു പോസ്റ്റിലേക്ക് നിയോഗിക്കുന്ന അധ്യാപകന് കുറഞ്ഞത് 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിലെങ്കിലും ശമ്പളം എത്തിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇവിടെ അടുത്ത കാലത്ത് 2 ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സമഗ്രമായി നോക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ മേഖല ദേശീയവും അന്തർദേശീയവുമായ നിലവാരത്തിലേക്ക് ഉയരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം വളരെ പെരിഫറലായിട്ട് ഉപരിതലത്തിൽ നിന്നുള്ള വിഷയങ്ങളാണ്. ഇപ്പം ഈ വെക്കേഷൻ എന്ന് പറയുന്നത് ഈ 70കളിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ്, 70കളിൽ കേരളത്തിൽ പരീക്ഷിച്ചതാണ് ഈ വെക്കേഷനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് മഴക്കാലം 1 മാസം കൂടെ മുന്നോട്ട് പോവുകയും ആകെ ഡിസോർഡറായി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വന്നു.